ആളെനിക്ക് മനസ്സിലായി. സൈന ഇന്ത്യയുടെ ഒരു മ്യൂസിക് ഇവന്റ് വരുന്നുണ്ട് മെയ് 19-ന്. അപ്പം ഞാൻ കുറച്ച് റാപ്പ് ആർട്ടിസ്റ്റുകൾ, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ കാണിക്കാം. ഇതിന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു മെയ് 19-ലെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതാണ്, അതും ലക്കി ഡ്രോയിലൂടെ. മലയാളിയാണ്. താങ്ക് യു. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യോ എനിക്കറിയില്ല, പെട്ടുന്നാ അത് തോന്നുന്നു. ഞാൻ പെട്ടു വെറുതെ. ഹായ് എവരിവൺ, ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്ക്വയർ മാളിലാണ്. ഇവിടെ കുട്ടികൾക്കായിട്ട് ബാക്ക് ടു സ്കൂൾ എന്നൊരു ക്യാമ്പയിൻ നടക്കുകയാണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസും ഇപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ അവൈലബിൾ ആണ്. അതും ഈ ഐറ്റംസിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എല്ലാം കൊറിയൻ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്ട്സും, ഒരു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ട പാത്രങ്ങളും അതുപോലെ തന്നെ ബോട്ടിൽസും വാട്ടർ ബോട്ടിൽസും എല്ലാം കൊറിയൻ ഡിസൈനിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കൊറിയൻ പ്രൊഡക്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് കുട്ടികൾക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാം കൊറിയൻ പ്രൊഡക്ട്സ് ആണ്. അപ്പം കുട്ടികൾക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാമ്പയിനിലൂടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സൈന മ്യൂസിക് ഇന്ത്യയുടെ കേരളാസ് ബിഗ്ഗസ്റ്റ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഇവന്റ് ഈ വരുന്ന മെയ് 19 കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ച് നടക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇന്ന് കുറച്ചധികം ആർട്ടിസ്റ്റുകളുടെ റാപ്പ് സിംഗേഴ്സിൻ്റെ പിക്ചേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, റാപ്പ് സോങ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നിവിടെ സെൻട്രൽ സ്ക്വയറിൽ വന്നിരിക്കുന്നവരടുത്ത് ഞാൻ ഈ ആൾക്കാരുടെയൊക്കെ പേര് ചോദിക്കാൻ പോവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം വേടനെയും ഡാപ്സിനെയും ഒക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. സൈന ഇന്ത്യയുടെ ഒരു മ്യൂസിക് ഇവന്റ് വരുന്നുണ്ട് മെയ് 19-ന്. അപ്പം ഞാൻ കുറച്ച് റാപ്പ് ആർട്ടിസ്റ്റുകൾ, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ കാണിക്കാം. ഇതിന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു മെയ് 19-ലെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതാണ്, അതും ലക്കി ഡ്രോയിലൂടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റാപ്പൊക്കെ കേൾക്കാറുണ്ടോ? റാപ്പ് സോങ്സ് ഒക്കെ ഓക്കെ. അപ്പോൾ ഇതാരാണ്? വേടൻ. കറക്റ്റ്. 4 പേരിൽ 3 പേരെ കറക്റ്റ് ആക്കുവാണെങ്കിലാണ് കിട്ടുന്നത്. ഇത് ശ്രീനാഥ് ബാസി. സുഷിൻ ശ്യാമാണോ? അറിയില്ല, കണ്ടവര് തോന്നുന്നുണ്ട്. വെരി ഫേമസ്. സോറി, എനിക്കറിയില്ല, ഞാൻ റാപ്പ് ഇങ്ങനെ കേൾക്കാറില്ല ആക്ച്വലി. ഈസ് നോട്ട് എ മലയാളി അല്ല. ഇഷ്ടമുള്ളൊരു റാപ്പ് ഏതാ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഏതായിരിക്കും? പാടാൻ അറിയോ? പേരെന്താണ്? ഈസ് നോട്ട് എ മലയാളി അല്ല, പക്ഷെ വെരി പോപ്പുലർ ആണ്. കിട്ടണില്ല. കിട്ടിയോ? യെസ്, വേടൻ. കറക്റ്റ്. വളരെ ഫേമസ് ആണ്, മലയാളിയാണ്. ലാസ്റ്റ് വൺ. ഡാപ്സി. ഓക്കെ. ഏതാണ് ഇഷ്ടമുള്ള റാപ്പ് സോങ്സ്? എമിനെമിന്റെ ഒക്കെ കേൾക്കാറുണ്ട്. മലയാളം കേൾക്കാറുണ്ട്. വേടന്റെ കേൾക്കാറുണ്ട്. ഏതാണ്? മഞ്ഞുമൽ ബോയ്സിലേക്ക് അതൊക്കെ കേട്ടു. വേടന്റെ ഏതെങ്കിലും റാപ്പ് സോങ്സ് ഒക്കെ അറിയോ? എന്തെങ്കിലും പാട്ടുകളൊന്ന് പാടാനോ ശ്രമിക്കാറുള്ള? ചേട്ടൻ കേൾക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ട ഏതാണ്? ഏറ്റവും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആർട്ടിസ്റ്റുകൾ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ്? ഡാപ്സിനെയാണ്. ഡാപ്സിന്റെ ഏത് സോങ് ആണ്? ഏതായിരിക്കും? ഒരുപാട് ഇപ്പം ആവേശത്തിലൊക്കെ ഒരുപാട് മലബാറി. ഓ, കാന്യേ വെസ്റ്റ് ആണ്. വെരി ഫേമസ്. ഡ്രേക്ക് അല്ല, മലയാളമാണോ? മലയാളിയാണ്. ബേബി ജി അല്ലേ? മലയാളി അല്ല. തിരുമാലി. 3 കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട റാപ്പ് സോങ്സ്? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റാപ്പ്
സോങ് അങ്ങനെയൊന്നുമില്ല എല്ലാം കേൾക്കും. എല്ലാം കേൾക്കാറുണ്ട്. ഇപ്പം തിരുമാലിയുടെ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഒരു അങ്ങനെ എല്ലാം കേൾക്കാറുണ്ട് എല്ലാ ആൾക്കാരുടെയും. ഡാപ്സിയുടെ ആരായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷാപ്സിനെയാണ്? അപ്പൊ നമ്മുടെ ഒച്ചാന്ന് പറഞ്ഞ ഇവന്റിൽ ഈ ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലക്കി ഡ്രോ വഴി ഒരു ചാൻസ് ഉണ്ട്. അപ്പം പേരും ഡീറ്റെയിൽസും നമുക്ക് തന്നാൽ മതി. നിങ്ങൾ സെലക്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതാണ്. മലയാളി തിരുമാലി തിരുമാലി. ഓ, കാണിക്കുമ്പോൾ തന്നെ. It's not a മലയാളി. ആവേശത്തിലെ ചെയ്തിട്ടുണ്ട്. ഒരാളും കൂടെ ഉണ്ട് ലാസ്റ്റ്. മലയാളി യെസ് കറക്റ്റ്. അങ്ങനെ മൂന്നെണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്താൽ മതി, ടിക്കറ്റ് കിട്ടും. റാപ്പ് സോങ്സ് ഒക്കെ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സോങ്? ഈ ആർട്ടിസ്റ്റിലെ ഏറ്റവും ഇഷ്ടമുള്ള ഡാപ്സിയുടെ പാട്ടുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഒരു പാട്ടിട്ട് തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇടുക. കാരണം റാപ്പിന്റെ ഒരു ജസ്റ്റ് ഒന്ന് ഓക്കെ. അപ്പൊ നമ്മളൊരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നതാണ്, ജസ്റ്റ് ഒരു സ്പോട്ട് ഡാൻസ്. ഓക്കെ, ആവേശത്തിൽ കണ്ടോ? ഓക്കെ, എന്നാ ആവേശത്തിൽ തന്നെ കളിച്ചോ. ജസ്റ്റ് സ്പോട്ട് ഡാൻസ് ചെയ്തോ. എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ പാട്ടൊക്കെ കേട്ടാ? താങ്ക് യു. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടട്ടെ. ഞാൻ കുറച്ച് ആർട്ടിസ്റ്റുകളെ കാണിച്ചു തരാം. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത്. ഞാൻ അധികം കേൾക്കാറില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈസ് നോട്ട് എ മലയാളി. അതറിയാം. അയ്യോ എനിക്കറിയില്ല ചേച്ചി. വെരി ഫേമസ്. ഞാൻ കേൾക്കാറില്ല ചേച്ചി. വേടന്റെ മഞ്ഞുമൽ ബോക്സ്. ഞാൻ കുതന്ത്രതന്ത്രം. ഇത് മലയാളിയാ? യെസ്. അത് ഞാൻ പെട്ടു വെറുതെ. വെരി ഫേമസ്. ആവേശം മൂവി കണ്ടിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല ചേച്ചി. ഞാൻ കാണണം എന്ന് വിചാരിച്ചു, കണ്ടില്ല. പാട്ടൊക്കെ കേൾക്കുന്നതാണ്. വെരി ഫേമസ്. ആവേശം മൂവിയൊക്കെ കണ്ടിരുന്നോ? ഡാപ്സി. ഈസ് നോട്ട് എ മലയാളി. ഗലാട്ട സോങ് ഒക്കെ കേട്ടിരുന്നോ? അത് ഞാൻ കേട്ടില്ല. മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഇത് കൂടി കറക്റ്റ് ആക്കുവാണെങ്കിൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ്. മലയാളിയാണോ? യെസ്. മനസ്സിലായി. തിരുമാലി. Yes, this is Dapsy. No. Okay, but the വാ. ഒരുമിച്ച് കളിക്കാം. ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നോ, ഇത് ഒരാളാണ്. കുഴപ്പമില്ല. വേടൻ. യെസ് കറക്റ്റ്. നെക്സ്റ്റ്. ഓ കറക്റ്റ്. ഡാപ്സി. ഓ കറക്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ. എനിക്ക് പേര് അറിയാതെ എനിക്ക് മറന്നുപോയി. മലയാളി. മലയാളി ഒരു തമിഴ് തമിഴ് പേരറിയാമോ? ആക്ച്വലി ആളെനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്താണെങ്കിലും ഫ്രീ ടിക്കറ്റ് ഉണ്ടാവും. ഇവരെല്ലാം തന്നെ നമ്മുടെ മ്യൂസിക്കൽ നൈറ്റിൽ വരുന്നതാണ്, ഇവന്റിൽ വരുന്നതാണ്. പേരും ഡീറ്റെയിൽസും കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുമോ? ഏതെങ്കിലും ഒരു റാപ്പ് സോങ് ഒരുമിച്ച് പാടാം. സ്റ്റെപ്പ് കിട്ടോ? ഞാനും ജോയിൻ ചെയ്യാം.
റാപ്പിന്റെ ഒരു എനർജി വരട്ടെ. Yes, I'm ready. നിങ്ങൾ എനർജി ആയിട്ടുള്ള ആൾക്കാരെ നോക്കി നടക്കരുത്. Come on. Yes. ഒന്നും അറിയത്തില്ല. He's not a Malayali. Galata song. ബേബി ജീനാണോ? No. നോ. Next artist. വേടൻ. Yes. സുഷിൻ ശ്യാം. I didn't get this. Okay, last one. He's very famous. ഡ്രൈക്ക് അല്ല, ഡ്രൈക്കിന്നല്ല. ആവേശം മൂവി കണ്ടിരുന്നു. കണ്ടുണ്ട്. മനസ്സിലായില്ല. ഇലൂമിനാറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. കേട്ടതാണ് പക്ഷെ ഓർക്കുന്നില്ല. ഓക്കെ ഓക്കെ. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റാപ്പ് സോങ്? റാപ്പ് സോങ് ഞാൻ ഇംഗ്ലീഷ് അയക്കുന്നത്. എമിനമാണ് കൂടുതൽ. ഏതാണെങ്കിലും ജസ്റ്റ് ഒന്ന് പാടാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു.